KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. പദ്ധതിയുടെ ഭാഗമായി സൗജന്യ യാത്ര ലഭിക്കുന്ന ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതിയുടെ സ്റ്റിക്കറുകൾ പതിക്കുന്ന ജോലികളും പൂർത്തിയായി. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നാളെ മുതൽ ആരംഭിക്കുകയാണ്. പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന് പേര് നൽകിയിരിക്കുന്ന പദ്ധതി നാളെ കൃത്യം 8:30 തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ബസ്സുകളിലെല്ലാം തന്നെ അതിനാവശ്യമായ സ്റ്റിക്കറുകളെല്ലാം പതിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രിയദർശിനി സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര എന്ന സ്റ്റിക്കറുകളാണ് പതിപ്പിച്ചിരിക്കുന്നത്. ഈ ബസ്സുകളിലാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ്. നമുക്ക് യാത്രക്കാരുടെ പ്രതികരണങ്ങൾ തേടാം. അപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ 5 ഗ്യാരണ്ടികളിൽ ഒന്നാണ് ഈ പ്രിയദർശിനി സൗജന്യ യാത്ര, സ്ത്രീകൾക്കായിട്ടുള്ള സൗജന്യ യാത്ര. അത് നാളെ ആരംഭിക്കുകയാണ്. ആ പദ്ധതി എങ്ങനെ നോക്കിക്കാണുന്നു? പദ്ധതി നല്ലത് തന്നെ. അത് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഒരു വരുമാനം കൂടെ നോക്കണം. അതായത് ഇപ്പോൾ എല്ലാ സ്ത്രീകളും രാവിലെ ജോലിക്ക് പോകുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല. ശരിക്ക് അത് വരുമാനം കുറഞ്ഞ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണം. മറ്റ് വരുമാനം കൂടിയൊക്കെ സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് വേണ്ടത്. അതെ, അത് തന്നെയാണ് അഭിപ്രായം. സാമ്പത്തികം നോക്കി തന്നെയാണ് ഇതിന് വേണ്ടി അനുകൂലം ചെയ്യേണ്ടത്. കാരണം സാമ്പത്തികമായിട്ടുള്ളവർക്ക് നമ്മളത് കൊടുത്തിട്ട് നമ്മൾ സർക്കാർ നഷ്ടം വരില്ലല്ലോ, വരുത്താൻ പാടില്ല. കാരണം സർക്കാർ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സാമ്പത്തികം തന്നെയാണ് മെയിൻ. അത് കാരണം നമുക്ക് സാമ്പത്തികം നോക്കിയിട്ട്, അതായത് വരുമാനം തീരെ കുറഞ്ഞ ഒത്തിരി പേരുണ്ട്, അപ്പോൾ അവർക്ക് അനുവദിക്കുക, ബാക്കിയുള്ളവർക്ക് സാധാ ലെവലിൽ പോവുക എന്നുള്ള രീതിയായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലതായിട്ട് പ്രത്യേകിച്ച് നല്ലതാണ്, നല്ല കാര്യമാണ്. ഇതുപോലെ സ്ത്രീകൾക്കെല്ലാം പോകാൻ പറ്റും. വേറെന്താ പറയാനുള്ള ഈ പദ്ധതിയെക്കുറിച്ച്? ഈ പദ്ധതി നല്ലൊരു വിജയിച്ച് കണ്ടാൽ മതി. വിജയിക്കുമെന്ന് തോന്നണില്ല. കാര്യം എല്ലാവരും അതിനെ മിസ്യൂസ് ചെയ്യാതിരുന്നാൽ കൊള്ളാം. അത് നല്ലൊരു കാര്യമല്ലേ. എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ഇതിന് ബാക്കിയില്ലാത്തവർ ഉണ്ട്. അവർക്കൊക്കെ അതൊരു സഹായം തന്നെയാണ്. വളരെ നല്ലൊരു പദ്ധതിയാണ്. ഞാനും എൻ്റെ ചേച്ചിയും ഡെയിലി യാത്ര ചെയ്യണതാണ് ബസ്സിലപ്പം ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരമായിട്ടാണ് തോന്നുന്നത്. ഈ സർക്കാരിൻ്റെ നല്ലൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സൗജന്യ യാത്ര വളരെ നല്ലതാണെന്നാണ്. നല്ലതാണ് പാവങ്ങൾക്ക് നല്ലതാണ്. ഉള്ളവർക്കൊന്നും പേടിക്കണ്ട, നമ്മളെപ്പോലെ ഉള്ളവർക്കല്ലേ ബുദ്ധിമുട്ട്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുക സന്തോഷമല്ലേ? സന്തോഷമാണ് മക്കളെ. പക്ഷെ അത് വില്ലേജ് ഏരിയയിലേക്കൊന്നും ഇല്ലെന്നാ പറയണേ. ഇപ്പം സിറ്റിയിൽ മാത്രമുള്ളവർക്കല്ലേ പറ്റുള്ളൂ. ഞാനൊക്കെ അത്രയും ദൂരെ നിന്ന് മെഡിക്കൽ കോളേജിലാണ് ജോലിക്ക് പോകണതേ. അപ്പോൾ അവിടെ നിന്ന് 40, 80, 100 രൂപയോളാവും. ഇപ്പം അവർ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം സ്ത്രീകൾക്ക് മാത്രമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ കണ്ട 3 ബസ് ഇവിടെ നിന്ന് ഇരുന്ന് പോകുന്നുണ്ടായി. 3 ബസ്സിലും സ്ത്രീകളുടെ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾ മാത്രം ഇടിച്ച് കയറും. അപ്പോൾ ഇവിടെ സിറ്റിയിൽ പോകണവർ എല്ലാവരും കൂടി ഇടിച്ച് കയറും. വില്ലേജുകാരുടെ കാര്യമാണ് കഷ്ടത്തിൽ. എല്ലാ റൂട്ടിലും ഇല്ലെന്നാ പറയണം മോനെ. നാളെ മുതൽ അറിയാം എന്താണെന്ന് ഇവരുടെ തീരുമാനം. അതൊരു നല്ല കാര്യമാണ്. ഓർഡിനറിയിൽ പോകുന്ന സാധാരണക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊരു നല്ല ഉപയോഗമാവും. ഒരു ലോങ് ട്രിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു നഷ്ടമല്ലേ. സർക്കാർ ഭയങ്കര കഷ്ടത്തിലല്ലേ. അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ നടക്കട്ടെ, കിട്ടുന്നവർ കിട്ടട്ടെ. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് നൽകുന്ന സൗജന്യ യാത്ര നാളെ മുതൽ ആരംഭിക്കുകയാണ്. യാത്രക്കാർക്ക് ചില ആശങ്കകളുണ്ട്, കൂടാതെ തന്നെ സന്തോഷങ്ങളും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ ആശങ്കകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് പദ്ധതി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം അപർണ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.